നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ടോപ്പ് 10 കറണ്ട് അഫയേഴ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് എന്ന മേഖലയെക്കുറിച്ചാണ്. അതായത് സുപ്രധാനപ്പെട്ട ദിവസങ്ങളും അതേപോലെ തന്നെ സംഭവ വികാസങ്ങളുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് നോക്കിയാൽ ചെറുധാന്യങ്ങളാണ്. ചെറുധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര വർഷം തന്നെ ആചരിക്കുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് സ്പോൺസർ ചെയ്യുന്നത് മറ്റാരുമല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പോൺസേഡ് ദ പ്രൊപ്പോസൽ ഫോർ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023, അതായത് 2023 മില്ലറ്റ്സ് വർഷം സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉണ്ടല്ലോ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി, അവരുടെ അംഗീകാരത്തോടു കൂടിയാണ് 2023 മില്ലറ്റ് ഇയർ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളിലുള്ള, അതായത് 140ഓളം രാജ്യങ്ങളിലുള്ള എംബസികൾ ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എംബസീസ് ഓഫ് ഇന്ത്യ അക്രോസ് മോർ ദാൻ 140 കൺട്രീസ് വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സെലിബ്രേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഡ്യൂറിങ് 2023, അതായത് 2023 ആചരിക്കുന്ന ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയറിൽ 140ലധികം വരുന്ന രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലുള്ള ആളുകൾ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ്ഡ്, അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് ഭക്ഷ്യ കാർഷിക വകുപ്പ് എന്ന് പറയുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ളതാണ്. അവർ ഈ ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ്. അതായത് ഓപ്പണിംഗ് സെറിമണി, അതായത് നമ്മളുടെ ഈ മില്ലറ്റ് ഇയറിൻ്റെ ആഘോഷങ്ങളിൽ അതിൻ്റെ തുടക്കത്തിൽ പങ്കെടുക്കുന്നു. ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത് വെച്ചാൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് നടക്കുന്നത് 2023 റോമിലാണ്. റോം എന്ന് വെച്ചാൽ ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിൽ റോമിൽ വെച്ച് 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അതിൻ്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. 140ലധികം രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യ സ്പോൺസേഡ് പ്രോഗ്രാമാണ് 2023 ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്ന വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത വാർത്തയിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? നാഷണൽ സയൻസ് ഡേ ആണല്ലേ, ദേശീയ ശാസ്ത്ര ദിനം എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ദേശീയ ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയിൽ പ്രത്യേകത നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഇത് കാണുന്ന എന്താണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആരാണെന്ന് മനസ്സിലാക്കണം. അത് ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് റിലീസ് ചെയ്ത തീം ഫോർ ദ നാഷണൽ സയൻസ് ഡേ. അപ്പോൾ 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ തീം പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ പുറത്തുവിട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ജിതേന്ദ്ര സിംഗ് ആണ്. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്. ആഗോള ശാസ്ത്രം എന്ന് പറയുന്നത് ആഗോള ക്ഷേമത്തിന് വേണ്ടിയുള്ളതാകണം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്. നമ്മൾ ഈ ശാസ്ത്രദിനം ആചരിക്കുന്നു. എന്നാണ് ആചരിക്കുന്നത്? അതെല്ലാ വർഷവും ഫെബ്രുവരി 28 നമ്മൾ ആചരിക്കുന്നത്. എന്തിനു വേണ്ടി ആചരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലയളവിലാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലിനെ കുറിച്ച് ഓർക്കുന്നത്. ആ കണ്ടെത്തലിൻ്റെ പേരാണ് രാമൻ എഫക്റ്റ് ആണ്. അപ്പോൾ രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ശാസ്ത്രദിനം ആചരിക്കുന്നത്. അത് ഫെബ്രുവരി 28 1986 മുതലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ശാസ്ത്രദിനം ആചരിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഫെബ്രുവരി 28 ശാസ്ത്രദിനമായിട്ട് ആചരിക്കുന്നത്. അന്നേ ദിവസമാണ് CV രാമൻ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ രാമൻ എഫക്റ്റ് എന്ന കണ്ടെത്തൽ നടത്തിയത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. നമ്മുടെ അടുത്ത വാർത്ത എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഈ ഒരു പദം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആർട്ടിക്കിൾ 23 ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ ഒരു ബോധവൽക്കരണ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ബോധവൽക്കരണ ദിനമായിട്ടാണ് ഇത് ആചരിച്ചു പോരുന്നത്. അപ്പോൾ ഏത് രാജ്യത്താണ് ഇത് ആചരിക്കുന്നത് എന്നുകൂടി നമ്മളൊന്നറിയണം അല്ലേ. ഇത് ആചരിക്കുന്നത് ഇന്ത്യയിലാണോ? ഇന്ത്യയിലല്ല. ഇത് ആചരിക്കുന്നത് എവിടെയാണ്? ഇത് ആചരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിലാണ് ആചരിക്കുന്ന ദിവസം നമുക്കറിയാം ജനുവരി മാസം 11. ജനുവരി മാസം 11 പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിൽ നമ്മൾ ആചരിക്കുന്നത് ദേശീയ യുവജന ദിനമായിട്ടാണ്. അപ്പോൾ ഇത് അമേരിക്കയിൽ ആചരിക്കുന്നത് എങ്ങനെയാണ്? നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അല്ലെങ്കിൽ അതിന് ബോധവൽക്കരണം കൊടുക്കണം. അത് മനുഷ്യനെ
കടത്തുന്നു. അതായത് കള്ളക്കടത്ത് സാധനങ്ങൾ പോലെ മനുഷ്യനെ വില കൽപ്പിക്കാതെ മനുഷ്യനെ ഒരു കച്ചവട വസ്തുവായിട്ട് കണക്കാക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പ്രത്യേകിച്ച് അടിമക്കടത്ത് എന്നൊക്കെ പറയുന്ന സമ്പ്രദായമൊക്കെ ഇതിൽ നമുക്ക് പെടുത്താവുന്നതാണ് കേട്ടോ. ഇത് എന്ന് മുതൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 മുതലാണ്. അതായത് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇരകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു നിയമമൊക്കെ വന്നു. ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അതായത് ആധുനിക കാലഘട്ടത്തിലെ അടിമത്വം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ കോടതി മുന്നോട്ട് വെച്ചൊരു നിയമമാണ് ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് എന്ന് പറയുന്നത്. ഇത് 2010 അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമയുണ്ട്. അദ്ദേഹമാണ് എല്ലാ വർഷവും ജനുവരി 11 ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അതായത് 2010 പ്രസിഡന്റ് ബരാക് ഒബാമയാണ് ഇത് ജനുവരി 11 മുതലാക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇന്റർനാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ ജനുവരി 11 ആചരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് കേട്ടോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അടുത്ത പോയിന്റ് വെച്ചാൽ നോ യുവർ ലീഡർ പ്രോഗ്രാം. നിങ്ങളുടെ നേതാവിനെ അടുത്തറിയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നേതാവിനെ അടുത്തറിയുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദ്ധതിയാണ് നോ യുവർ ലീഡർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം നമുക്കറിയാം. അത് പരാക്രം ദിവസ് എന്ന പേരിലാണ് നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 23 ഈ പരാക്രം ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അന്നേ ദിവസം എന്താണ് സംഭവിച്ചത്? ചെറുപ്പക്കാരുമായിട്ട് സംവാദമുണ്ടായി, സമ്മതിച്ചു, അല്ലെങ്കിൽ സംഭാഷണമുണ്ടായി, മീറ്റിംഗ് ഉണ്ടായി. ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്നേ ദിവസം ചെറുപ്പക്കാരുമായിട്ട് സംസാരിച്ചു. ആ പ്രോഗ്രാമാണ് നോ യുവർ ലീഡർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് ചെറുപ്പക്കാരുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. 80ഓളം വരുന്ന ചെറുപ്പക്കാർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 80ഓളം ചെറുപ്പക്കാരെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലിരുത്തിയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പാർലമെന്റുകൾ, അതായത് പാർലമെന്റിന്റെ നടുത്തളം എന്നൊക്കെ നമ്മൾ പറയുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും, അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും, നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം അവർക്ക് നൽകുകയും, അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ഒരു ആദര സൂചകമായിട്ട് പാർലമെന്റ് സംഘടിപ്പിച്ച പരിപാടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി പറയാവുന്നതാണ്. അടുത്ത ദേശീയ ടൂറിസം ദിനം, അതായത് നാഷണൽ ടൂറിസം ഡേ 2023 ആചരിച്ചു. അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഈ നാഷണൽ ടൂറിസം ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും ജനുവരി മാസം 25 ആചരിക്കുന്നത്. അപ്പോൾ നാഷണൽ ടൂറിസം ഡേ എന്ന് ആചരിക്കും ചോദിച്ചാൽ എന്താണ്? ജനുവരി മാസം 25 എല്ലാ വർഷവും ആചരിക്കുന്നതാണ് നാഷണൽ ടൂറിസം ഡേ എന്ന് പറയുന്നത്. ഇത് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ടൂറിസം ആചരിക്കുന്നതിനും നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് എന്തുണ്ട്? ഒരു മന്ത്രാലയമുണ്ട്. മന്ത്രാലയത്തിന്റെ പേരാണ് ദ മിനിസ്ട്രി ഓഫ് ടൂറിസം എന്നാണ് പറയുന്നത്. ഇവരെന്തിനു വേണ്ടിയാണ് ഇത് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? ഇത് പ്രചരിപ്പിക്കണം. എന്തിന്റെ? ഒരു ബോധവൽക്കരണമാണ്. ടൂറിസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജ്യമെമ്പാടും ബോധവൽക്കരണം നടത്തുന്നതിനും അതുമൂലം സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ഉണർവ് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാഷണൽ ടൂറിസം ഡേ എല്ലാ വർഷവും ജനുവരി 25 ആചരിക്കുന്നത്. ഇത്തവണ ഇത് ആചരിച്ചത് എവിടെയെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തവണ ഇത് ആചരിച്ചത് പോച്ചമ്പള്ളി എന്ന സ്ഥലത്താണ്. അത് തെലങ്കാനയാണ്. അപ്പോൾ തെലങ്കാനയിലെ പോച്ചമ്പള്ളിയിലാണ് നാഷണൽ ടൂറിസം ഡേയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ചാൽ എന്താണ്? ഫ്രറ്റേണിറ്റി, അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി എന്നാണ് പറയുന്നത്. അതായത് സാഹോദര്യം എന്ന് നമ്മൾ പറയും. വിശ്വ സാഹോദര്യത്തിന്റെ ആ ഒരു ദിനം, അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ലോകം മുഴുവനും അക്രമങ്ങളും കൊലയും വെടിവയ്പും മരണവും ഭീതിയുമെല്ലാമാണ്. അപ്പോൾ അതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ സാഹോദര്യം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നിയമം ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഇത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ്, അതായത് നമ്മളുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് ഇത് ആചരിച്ചത്. 2020 മുതലാണ് ഇത് ആചരിച്ചു വരുന്നത്. 2020 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 4 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി എന്ന് പേരിട്ടുകൊണ്ട് ആചരിച്ചു വരുന്നു. വിവരവും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി അടുത്ത വാർത്തയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഇത് സെലിബ്രേറ്റ്സ് ദ വാല്യൂസ് ഓഫ് കമ്പാഷൻ, അല്ലെ? വാല്യൂസ് ഓഫ് കമ്പാഷൻ, റിലീജിയസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്. പരസ്പര ബഹുമാനത്തിന്റെയും അതേപോലെ മതപരമായിട്ടുള്ള പരസ്പരം മനസ്സിലാക്കലിന്റെയും അതേപോലെ എന്താണ് നമ്മളുടെ ആ ഒരു അനുകമ്പാർഹമായ തലത്തിലുമുള്ള മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ആചരിച്ചു വരുന്നത്. ഇന്നേ ദിവസം എന്താണ് സംഭവിക്കുന്നത്? അതായത് UN ചീഫ്, അതായത് നമുക്കറിയാം ആന്റോണിയോ ഗുട്ടറസിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് UN ചീഫൊക്കെ ആയിട്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള UN ചീഫിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ആഗോള സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര സമാധാനത്തിനുമൊക്കെ വേണ്ടിയിട്ട്
പ്രയത്നിക്കുന്നു. അതേപോലെ തന്നെ കലഹം ഒഴിവാക്കുവാനും വംശീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങളും ഇടപെടലുകളും ഒക്കെ നടത്തുന്ന ദിവസമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഇത് ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി 4-ാം തീയതിയാണ് എന്നുകൂടി ഓർത്തേക്കുക. അടുത്ത വാർത്ത എന്താണ്? അടുത്ത വാർത്ത വന്നിരിക്കുന്ന വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുരുങ്ങിയ വാക്കുകൾ ഇതിന് വിളിക്കുന്ന പേരെന്താണ്? ഇതിന് വിളിക്കുന്ന പേര് TB എന്നാണ് വിളിക്കുന്നത്, അല്ലെ? ട്യൂബർകുലോസിസ് ഡേ എന്ന് വിളിക്കുന്നത് TB ആണ്. അപ്പോൾ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ എന്നാണ് ആചരിക്കുന്നത് വെച്ചാൽ 24 മാർച്ചാണ്. എല്ലാ വർഷവും മാർച്ച് മാസം 24-ാം തീയതിയാണ് ദേശീയ TB ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തിനു വേണ്ടി ഇത് ആചരിക്കുന്നു വെച്ചാൽ ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടി? ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനുള്ള ബോധവൽക്കരണം? ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു ആഗോള വ്യാധിയാണ് എന്ന ബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ആഗോള വ്യാധിയായ ട്യൂബർകുലോസിസ് ബാസിലസ് എന്ന് പറഞ്ഞ TBയെ എന്ത് ചെയ്യണം? ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആചരിക്കുന്നത്. ഇത് ആചരിക്കുന്നത് എന്നാണ്? 24 മാർച്ച് മാസത്തിലാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എന്താണ്? 2018 10 മില്യൺ ആളുകൾ എന്ന് വെച്ചാൽ എത്രയാണ്? 10 മില്യൺ വെച്ചാൽ 1 കോടിയോളം ആളുകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന TB ബാധിതരായെന്നും അതേപോലെ അതിൽ തന്നെ 15 ലക്ഷത്തോളം ആളുകൾ, അതായത് 1.5 മില്യൺ ആളുകൾ ഈ അസുഖം മൂലം മരണമടഞ്ഞു എന്നുള്ളതുമാണ് ഇവിടെ പ്രത്യേകതയായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്നത്, അല്ലെ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഒരു ഉച്ചകോടി നടത്തപ്പെട്ടു. വേൾഡ് TB സമ്മിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേൾഡ് TB സമ്മിറ്റ് എവിടെയാണ് നടന്നത്? 2023 ചോദിച്ചാൽ രുദ്രാക്ഷ കൺവെൻഷൻ സെന്റർ ഉണ്ട്, വാരണാസിയിലെ രുദ്രാക്ഷ കൺവെൻഷൻ സെന്ററിലാണ് എന്ത് സംഘടിപ്പിച്ചത്? ഈ പറയുന്ന വേൾഡ് TB ഡേ എന്ന് പറയുന്ന ആ ഒരു ദിനം സംഘടിപ്പിച്ചത്. അടുത്ത മറ്റൊരു ദിനമാണ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ എന്ന് പറയും. ഓട്ടിസം അവയർനെസ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഓട്ടിസം എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭിന്നശേഷിപരമായ ചില അവസ്ഥാവിശേഷങ്ങളെ നമ്മൾ ഓട്ടിസം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓട്ടിസം ബാധിതരായ ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ദിനം ആചരിച്ചു വരുന്നുണ്ട്. അത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ 2-ാം തീയതിയാണ് വേൾഡ് ഓട്ടിസം ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്താണ് ഈ വർഷത്തെ ഓട്ടിസം ദിനത്തിന്റെ തീമെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, എന്തായിരിക്കാം? 2024 പറഞ്ഞ തീം അല്ലെ? ട്രാൻസ്ഫോർമേഷൻ ന്യൂറോ ഇൻക്ലൂസീവ് വേൾഡ് ഫോർ ഓൾ. അതായത് ജനിതകപരമായിട്ടും അതേപോലെ തന്നെ എന്തായിരിക്കാം ഈ ന്യൂറോപരമായിട്ടും ഇത്തരത്തിലുള്ള തടസ്സങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊരു നവലോകം സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് ഈ 2023 കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഓട്ടിസം ബാധിച്ച ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള കലാരൂപങ്ങൾ അവരെ കുടുംബത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് ഇതുള്ളത്. നമ്മുടെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറിനെ പോലെയുള്ള ആളുകൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. അതേപോലെ അടുത്ത് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കും? ഇന്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ് എന്നാ പറയുന്നത്. ഇന്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ്. മൈൻ നമുക്കറിയില്ല, കുഴിബോംബ് എന്ന് പറയുന്നതാണ്. അതായത് ഈ 2ാം ലോക മഹായുദ്ധകാലത്തും 1ാം ലോക മഹായുദ്ധകാലത്തുമൊക്കെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വിതറിയ കുഴിബോംബുകൾ അഥവാ ഈ മൈനുകൾ ചില പ്രദേശങ്ങളിലെല്ലാം എന്താണ് ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ടെന്നും അത് പൊട്ടിത്തെറിച്ച് ധാരാളം ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ വാർത്തയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ വന്നിട്ടുള്ളതാണ് ഇന്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ് എന്ന് പറയുന്ന സ്കീം. ഇത്തരത്തിൽ ഇത് ആചരിക്കുന്നത് എവിടെയാണ്? എല്ലാ വർഷവും ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഇന്റർനാഷണൽ ഡേ ഫോർ മൈൻ അവയർനെസ് ആചരിച്ചു വരുന്നത്. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇപ്പം ഈ ലാൻഡ് മൈൻസ്, കരയിൽ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ കരയിൽ വിതറുന്ന മൈനുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും അവ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആചരിക്കുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇത്തവണത്തെ ഇവരുടെ തീം, അതായത് തീം എന്ന് നമുക്കറിയാം. എന്താണ് തീം എന്ന് പറയുന്നത്? തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു മുദ്രാവാക്യം എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇത്രയുള്ള എന്തായിരിക്കാം? മൈൻ ആക്ഷൻ കനോട്ട് വെയിറ്റ് എന്നുള്ളതാണ്. അതായത് മൈൻ ആക്ഷൻ കനോട്ട് വെയിറ്റ് എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ തീം എന്ന് നമുക്കറിയാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്നേ ദിവസം എന്തായിരിക്കാം? ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, അതായത് വിവിധ മേഖലകളിലുള്ള ഒരു രാജ്യത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ പറയുന്ന മൈൻ വിക്ടിംസ് മൈൻ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവരുടെ സംരക്ഷണങ്ങൾ കൊടുക്കുക, അതേപോലെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മുതലായ കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത വാർത്ത വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്, അല്ലെ? വേൾഡ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ചികിത്സ
മാർഗം കൂടിയാണ്. വേൾഡ് ഹോമിയോപ്പതി ഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു സമാന്തര ചികിത്സാ സമ്പ്രദായമാണ്. ഈ വേൾഡ് ഹോമിയോപ്പതി ഡേ എന്നാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസം 10-ാം തീയതി ആചരിക്കുന്നു ഹോമിയോപ്പതി ഡേ. ഇത് ആഗോള മെഡിസിനാണ്, അതായത് ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മെഡിസിനാണ്. ഇത് കണ്ടെത്തിയിരിക്കുന്ന ആളിന് നമുക്കറിയാം, ഇദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാൻ. നമ്മൾ ചുരുക്കി വിളിക്കുന്ന എന്താണ്? സാമുവൽ ഹാനിമാൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ആരാണ്? ഒരു ജർമ്മൻ ഫിഷഗ്വരൻ, അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ഒരു ഡോക്ടറായിരുന്ന സാമുവൽ ഹാനിമാനാണ് ഹോമിയോപ്പതി കണ്ടെത്തിയതെന്ന് നമുക്കറിയാം കേട്ടോ. ഹോമിയോപ്പതി കണ്ടെത്തിയത് സാമുവൽ ഹാനിമാനാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇതിനെന്താണ് നല്ല വേരുകളുണ്ട് എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. ബാസിയസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്